നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂലൈ മാസം 14 തീയതി മിഥുനം 30 തിങ്കളാഴ്ച പുലർച്ചെ 6:48 വരെ അവിട്ടം നക്ഷത്രമാണ്. ശേഷം ചതയം. നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അതായത് ഏകദേശം ഒരു 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുവാൻ പോകുന്നത്. അപ്പോൾ നാളെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു സമയം നിങ്ങളുടെ കർമ്മമേഖല നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. നമ്മൾ ചെയ്യുന്ന ദൈനംദിന പ്രവൃത്തികളിൽ ഒരു ഊർജ്ജസ്വലത വർദ്ധിക്കുന്ന സമയമാണ്. കൂടാതെ ചില ഭാഗ്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി വന്നു ചേരാനുള്ള ഭാഗ്യവും സാധ്യതയും ഒക്കെ ഇവിടെ 9 നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഒരു ദിനം കൂടിയാണ് നാളെ തിങ്കളാഴ്ച ദിവസം. അപ്പോൾ ആ ഭാഗ്യശാലികളായ 9 നക്ഷത്രക്കാർ ആരൊക്കെയെന്നതിലേക്ക് കടക്കാം. 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് രോഹിണിയാണ്. ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഒരു സ്വാതന്ത്ര്യമുള്ളതായി തോന്നും, അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ദിവസമായിരിക്കും. അതിന് താല്പര്യം തോന്നുന്ന ഒരു ദിവസം കൂടിയായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് നാളെ. കൂടാതെ വിദേശവാസത്തിന് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിനുള്ള ഓഫറുകൾ വരാനും, അല്ലെങ്കിൽ അതിൻ്റേതായ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിപ്പുകളായി വരാനുള്ള യോഗം കൂടി, അല്ലെങ്കിൽ ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇഷ്ടഭക്ഷണ ലബ്ധി നാളത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. അതുമാത്രമല്ല, ശത്രുക്കളെ പരാജയപ്പെടുത്താൻ, ശത്രുക്കളുടെ മേൽ വിജയം കൊയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം. അടുത്ത നക്ഷത്രം മകരമാണ്. ധനം സമ്പാദിക്കാനുള്ള വഴികൾ തുറക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും നാളെ. അതുകൂടാതെ പുരുഷന്മാരായ ആളുകൾ മകരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ നാളത്തെ ദിവസം ചില സ്ത്രീകളുമായി, അതായത് വിവാഹത്തിലേക്ക് എത്താൻ തക്കതായ കാര്യങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള, അതായത് ചില സുന്ദരികളായ സ്ത്രീകളെ കണ്ടുമുട്ടാനും അതുവഴി ചിലപ്പോൾ അത് ചില വിവാഹ ബന്ധങ്ങളിലേക്കൊക്കെ എത്താനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവാഹിതരാകാൻ അല്ലെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന ആളുകൾക്ക്, പുരുഷന്മാരായ ആളുകൾക്ക് വളരെയധികം അനുകൂലമായ ദിവസം കൂടിയാണ് നാളെ. കലാപരമായിട്ടൊക്കെയുള്ള ആളുകൾക്കും വളരെയധികം മാറ്റത്തിൻ്റെ, അല്ലെങ്കിൽ ചില നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അതിന് താല്പര്യം കൂടി ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. ആകർഷകമായി സംസാരിക്കാനും ആകർഷകമായി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ദിനം കൂടിയായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം മകരം നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാവുകയും അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെയും ആ പോസിറ്റിവിറ്റി നിഴലിക്കുകയും അല്ലെങ്കിൽ നിലനിൽക്കുകയും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ദിവസമായിരിക്കും. അടുത്ത നക്ഷത്രം പൂയമാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂല മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കൂടാതെ മുടങ്ങിക്കിടന്ന വീട് പണി പുനരാരംഭിക്കാൻ സാധിക്കും. അറ്റകുറ്റപ്പണികളൊക്കെ, വീടൊന്ന് മോടി പിടിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം അതിനുള്ളൊരു തുടക്കമാകുന്നതായിരിക്കും. സുഖകരമായ കുടുംബജീവിതം നയിക്കാനും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനുമുള്ള പല കാര്യങ്ങളും നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒരുപാട് നാളുകളായി പലവിധ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ ആ വിഷമങ്ങളൊക്കെ മാറുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള യോഗവും ഭാഗ്യവും കൂടി വന്നു ചേരുന്നതാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ വിജയിക്കാൻ കഴിയും, അതായത് ശത്രുക്കളെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന സമയം അല്ലെങ്കിൽ ഒരു ദിവസമാണ്. ചിലപ്പോൾ കാർക്കശ്യത്തോടെ അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധിയോടെയുള്ള പ്രവർത്തികൾ ഉണ്ടാകാറുണ്ട്. എനിക്കത് വേണം അല്ലെങ്കിൽ നേടിയെടുക്കണമെന്ന ചില സമയങ്ങൾ അത് വിജയിക്കുമെങ്കിൽ ചില സമയങ്ങൾ ഒരുപാട് ഒരു കാഠിന്യത്തോടു കൂടി അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തികൾ അല്പം ഒന്ന് കുറയ്ക്കുന്നതും നാളത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കുടുംബപരമായി നോക്കുമ്പോൾ സന്തോഷം സമാധാനം വന്നു ചേരുന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനമായി ഒന്ന് ഉറങ്ങാൻ സാധിക്കുന്ന ദിവസമാണ് നാളെ. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിയുന്ന ദിനം കൂടിയായിരിക്കും നാളെ ഉള്ളത്. അപ്പോൾ വളരെ ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് നിങ്ങൾക്ക് നാളെ വരുന്നത്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ചില സഹായങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചില സഹായങ്ങളൊക്കെ ആവശ്യമായ സമയം കൂടിയാണ്. അത് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ. അപ്പോൾ അവിടെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ചില സഹായ ഹസ്തങ്ങൾ നിങ്ങളുടെ നേർക്ക് വരുന്ന സമയമാണ്. കൂടാതെ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം അത് വളരെയധികം ഉത്തമമായ ദിവസമാണ്. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നു, കുറച്ച് ധനമൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ചില യാത്രകളൊക്കെ പുറപ്പെടാനായി ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസം ആ ചെയ്യുന്ന യാത്രകൾ കൊണ്ട് വളരെയധികം ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും.
അടുത്ത നക്ഷത്രമായി വരുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ദിവസമാണ്. മാതാവിൽ നിന്ന് സ്നേഹമൊക്കെ വന്നു ചേരാനുള്ള, അതായത് ചിലപ്പോൾ മാതാവ് അകന്ന് നിൽക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അകന്ന് നിൽക്കുകയാണെങ്കിലും വീണ്ടും വിളിച്ച് ആ സ്നേഹം പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വളരെയധികം സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതിയുടെ സമയം കാണുന്നുണ്ട്. നാളത്തെ ദിവസം ജോലി സ്ഥലത്ത് നിന്ന് ചില സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പിന്നെ നാളത്തെ ദിവസം ഏത് കാര്യവും ബുദ്ധിപരമായി ചെയ്യുക എന്നത്, അതായത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചില പ്രൊമോഷനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തെയും വളരെ ബുദ്ധിപൂർവ്വമായി കൈകാര്യം ചെയ്യുക. പ്രധാനപ്പെട്ട രേഖകളൊക്കെ നാളെ സൈൻ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നാളത്തെ ദിവസം ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പോസിറ്റീവായ ഗുണങ്ങളെ ലഭിക്കുകയുള്ളൂ. എങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ സൈൻ ചെയ്യുമ്പോഴൊക്കെ 1-2 തവണ അത് വായിച്ച് തറവാക്കിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതിന് ശേഷം മാത്രം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. വളരെയധികം വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന പരിശ്രമങ്ങളും വളരെയധികം ഫലം കാണുന്നതായിരിക്കും നാളെ. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നാളെ ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും മടി ഉണ്ടാവുകയില്ല. ഏത് പ്രവൃത്തിയും നാളത്തെ ദിവസം നിങ്ങൾക്ക് മടി കൂടാതെ ചെയ്യാൻ സാധിക്കുകയും അതിനാൽ തന്നെ ആത്മവിശ്വാസവും ആ പ്രവൃത്തിയിൽ വിജയവും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. മാതാവിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ സന്താന ഭാഗ്യത്തിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ചില സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള യോഗം, കൂടാതെ സുഖാനുഭവങ്ങൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലാണോ സുഖങ്ങൾ ലഭിക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം വരിക എന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് സുഖാനുഭവങ്ങൾ അല്ലെങ്കിൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും ധനം വരാനുള്ള ഒരു യോഗം നാളെ ഉണ്ടാകുന്നുണ്ട്. ജനപ്രീതി ഉണ്ടാകും. പൊതുമധ്യത്തിൽ അംഗീകാരം വന്നു ചേരുന്നതാണ്. ധനലാഭമാണ് നാളത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത്. കൂടാതെ ധനലാഭം വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുകൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ദാനധർമാദികളൊക്കെ ചെയ്യുന്നതും വളരെയേറെ ശ്രേഷ്ഠമാണ്. സ്ത്രീകൾ മുഖേന അല്ലെങ്കിൽ ചില സ്ത്രീ സുഹൃത്തുക്കൾ മുഖേന, ചിലപ്പോൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭാര്യയാകാം, അമ്മയാകാം, അങ്ങനെ ആരിൽ നിന്നും സ്ത്രീകൾ നിമിത്തം ചില സന്തോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില സന്തോഷ വാക്കുകൾ കേൾക്കാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഒരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയായിരിക്കും നാളെ. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് നിങ്ങളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വല്ലപ്പോഴുമാണ് വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കുന്നതുമാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഏത് മേഖലയിൽ നാളെ നിങ്ങൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ചിലവുകൾ ഈയിടെയായി വരുന്നുണ്ട്. അപ്പോൾ ചിലവുകളൊക്കെ പരിമിതപ്പെടുത്താൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നിങ്ങൾക്ക്. പുരോഗതി ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ മാതാവിൽ നിന്ന് അല്പം അകൽച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്കുണ്ടാകും, അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അല്പം മാതാവിൽ നിന്ന് അകന്നു കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ആ അകൽച്ചയൊക്കെ മാറി വീണ്ടും മാതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരികയാണ് നാളത്തെ ദിവസം. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാനും രമ്യതയിലാക്കാനും ഒരു ഫോൺ കോൾ മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട്. ചിലപ്പോൾ അമ്മയിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു കോൾ വരാനായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അമ്മയെ വിളിച്ച് സംസാരിക്കുക. അങ്ങനെ വീണ്ടും അമ്മയും മക്കളും അല്ലെങ്കിൽ അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മോളും എന്ന ആ ഒരു സ്നേഹം വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ, അത് സ്നേഹം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നല്ല, ആ സംസാരങ്ങൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സ്നേഹം അമ്മയെ കാണാൻ വരാറില്ല, അല്ലെങ്കിൽ മക്കളെ കാണാൻ അമ്മ വരാറില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. എങ്കിലും ആ വിഷമത്തെ രണ്ടു കൂട്ടരും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയൊരു വിഷമങ്ങളൊക്കെ മാറി സന്തോഷത്തിൻ്റെ സമയം കൂടി ആരംഭമാവുകയാണ് നാളത്തെ ദിനത്തിൽ. അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യം അനുകൂലമായി വരുന്ന 9 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചത്.